നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോളി ബജ്ജിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തൈര്, പിന്നെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് 1/4 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി ഇതിലൊരു മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തു വെച്ച എല്ലാ സാധനങ്ങളും, ജീരകം, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി, ഉപ്പ്, ബേക്കിംഗ് സോഡ, ഇതെല്ലാം ഇതിലിട്ട് കൊടുക്കാം. ഇത് നമുക്ക് എടുത്തു വെച്ച തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം, ലൂസായി പോറ് ഉണ്ടാ. അപ്പോൾ ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് വറുത്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിന്. ഇനി നമുക്കിത് ചുട്ടെടുക്കാവുന്ന. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ട് കത്തിച്ചിട്ട് തീ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി വന്നിട്ടുണ്ട് ചട്ടി. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായി നമ്മൾ മാവ് ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഇത് കുറച്ചൊരു പൊങ്ങി വരും ഈ മാവ് അപ്പം തന്നെ. അപ്പം അത് വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ തീ കുറക്കാൻ പാടുള്ളൂ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കുറക്കാം. ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്, നമുക്ക് കുറക്കാം. നല്ല ബബിൾസ് പോലെ ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? രണ്ട് സൈഡും ഒന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയി വരണം. ഒരു സൈഡ് ആയിട്ടുണ്ട്, മറ്റേ സൈഡും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. ഇപ്പം ഏകദേശം നമ്മളെ ഗോളി ബജ്ജിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ബാക്കിയുള്ള ബാറ്ററിലും നമുക്ക് ഇതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഗോളി ബജ്ജിയുടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എരിവൊന്നും ഇല്ലാത്ത സ്നാക്കാണ്. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.